ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഫുഡ്വെയർ ഷോപ്പ് 2 മാസമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ ഷോപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും അഡൾട്രേഷൻസ് നടക്കും. കണ്ടാലും കാണാതെ നിൽക്കുന്നതാണ്. കാരണം നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടാലോ നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അവർ പറയും നാളെ തൊട്ട് വരുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മിണ്ടാതെ നിൽക്കും. അതിനെക്കാട്ടും നല്ല പൂട്ടിയിടുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോ പൂട്ടിയിട്ടത്. നമ്മളുടെ നിസ്സഹായാവസ്ഥ നിങ്ങൾ ഒരിക്കലും മുതലെടുക്കരുത്. മുതലാളി അറിയാതെ സ്ഥാപനത്തിൽ നിന്ന് പണം എടുക്കുന്നതോ സാധനം അടിച്ചു മാറ്റുന്നതോ തെറ്റ് തന്നെയാണ്. അപ്പൊ ആ തെറ്റുണ്ടാവാനുള്ള കാരണം നമ്മൾ അത് നോക്കാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മളത് നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മനോവിഷമം വളരെ വലുതാണ്. അതാണ് ഇപ്പൊ ദിയാകൃഷ്ണ കാണിച്ചത്. അല്ലാതെ ഈ പാവങ്ങളെ കള്ളന്മാരാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർക്ക് കൊടുത്ത ഫ്രീഡം അത് അവർ യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ ഫ്രീഡം കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ ഒരു ഷോപ്പ് ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഈ ഷോപ്പ് നടത്തുന്നതും ഷോപ്പിൽ ലാഭം ഉണ്ടാക്കുന്നതും ഒക്കെ ഞങ്ങളല്ലേ, അപ്പൊ ഞങ്ങൾ കുറച്ച് പൈസ എടുത്തു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ തെറ്റും വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരെ തെറ്റുമാണ്.